അത് മിക്ക സമയത്ത് അങ്ങനെ തോന്നാത്ത ഭാര്യമാരൊന്നും ഈ ലോകത്തുണ്ടാവില്ല. ശരിയാ. പടം ബോക്സ് ഓഫീസിൽ വർക്ക് ആവില്ലെന്ന് അഭിനയിക്കുമ്പോഴേ തോന്നിയിട്ടുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ, മോശമല്ലേ, അതൊന്നും പറയില്ല. ചേച്ചിയുടെ കവിതയ്ക്ക് എന്തെങ്കിലും മോശം അഭിപ്രായം വന്നിട്ടുണ്ടോ? അതിന് കവിത ഞാൻ പുറത്ത് വിട്ടിട്ടില്ലല്ലോ. അല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് സർക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? അവരൊക്കെ വളരെ നല്ല രീതിയിൽ എന്നെ പ്രൊമോട്ട് ആണോ? ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു കവിത പ്ലീസ്, ഒരു 3 വരി മതി. കൃഷ്ണനെ പറ്റിയുള്ള കവിത ആയിക്കോട്ടെ. എനിക്ക് ചിരി വരണ്ട്. ഓക്കെ, എന്നെ ട്രോൾ ചെയ്യോ ആൾക്കാർ? സത്യമായിട്ടും ഇല്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. സോ വാട്ട്, ഞാനൊരു ഒരു കവിയോ അല്ലെങ്കിൽ എന്താ പറയാ കവിത എഴുതുന്ന ആളോ ഒന്നും അല്ല. എനിക്ക് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്തൂടെ, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ഇന്ത്യയിലുണ്ട്. തീർച്ചയായും. അങ്ങനെ ഞാനൊരു കവിത എഴുതിയതാണ്. ഓക്കെ. കണ്ണാ നീ എങ്ങു പോയി, എന്റെ കാണാമറയത്തു പോയോ, നിത്യവും നിന്നെ ഞാൻ കാണുന്നതല്ലേ, നിത്യവും നിന്നെ ഞാൻ അറിയുന്നതല്ലേ, കണ്ണാ നീ എങ്ങു പോയി എന്നെ നീ. ഞാൻ മറന്നുപോയി കുറച്ചൊക്കെ. എനിക്ക് ആ 4 വരി നല്ല ഓർമ്മയുള്ളതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓ, ദാറ്റ്സ് വെരി നൈസ്. അപ്പം ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? പ്രണയം. അതാണ് മെയിൻ താല്പര്യം. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയല്ല, നമുക്ക് ആ ഒരു ഇഷ്ടമല്ലേ, നമുക്ക് എന്തിനോടും പ്രണയമല്ലേ. എന്ന് വെച്ചാൽ പ്രണയം ആളോടൊന്നല്ലല്ലോ, എന്തിനോടും. ഇപ്പൊ ഒരു ഭക്ഷണത്തിനോടോ അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ ഒരു സമയത്തോട്. ഇപ്പൊ എനിക്ക് വൈകുന്നേരം ഒരു 6 ആ ഒരു സൺസെറ്റ് ടൈമൊക്കെ അല്ലേ, ആ ഒരു സമയമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചേച്ചി എഴുതി വെച്ച ചേച്ചിയുടെ ഫേവറേറ്റ് ഇന്നും മനസ്സിലോട് ചേർത്ത് വെക്കുന്ന ഒരു കവിത ഏതാണ്? ഞാനൊരു ബുക്കായിട്ട് ഇറക്കുന്നുണ്ട്. അതെയോ? അപ്പം നമ്മൾ സൂൺ നിത്യദാസ് കവിതകൾ പോയതിനു വേണ്ടി കവിതകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, കല്യാണത്തിന് ശേഷം ആരാധകന്മാരുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? അതെയോ? ഈ പൊതുവെ ചേച്ചി പണ്ട് ഇത് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തെ ഇങ്ങനെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശല്യം ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ഒരു ഇഷ്ടം. ഓക്കെ, ഇത് കാരണം ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? നെവർ. ഓക്കെ, ഈ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ആരാധകർ വന്ന് അധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല, അത് നമ്മളുടെ മൂഡാണ്. ചില സമയത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡൊക്കെ നല്ല പൊരിഞ്ഞടിയായിരിക്കും, ചിലപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ വന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറന്നുപോകും നമ്മൾ ഇന്ന വ്യക്തിയാണെന്നുള്ളത്, അല്ലെ? നമ്മൾ ഈ അടിയുടെ അതിലായിരിക്കും, വേണ്ട പിന്നെയാണ്. അപ്പൊ എന്തൊരു അഹംഭാവം പെണ്ണിനെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അയ്യോ നിത്യദാസ് ആണല്ലേ, നമ്മളപ്പൊ മറന്നുപോയി അത്. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നല്ല, നമ്മളാണ് അങ്ങോട്ട് മോശമായിട്ട് അനുഭവം കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ആരെങ്കിലും ലൈക്ക് ഓവറായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ